ചില നേതാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം അങ്ങ് ഉന്നയിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രസ്ഥാനം നടത്തുന്നത്. പക്ഷെ മറ്റു നേതാക്കള് അവരെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇങ്ങനെ പൊതുവെ കേൾക്കുന്നുണ്ട്. ആരെ പറ്റിയാണ്? അല്ല, ഈ വി ഡി സതീശനെ കുറിച്ച് മാത്രം പറയുന്നത്. വി ഡി സതീശനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വേണുഗോപാൽ ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ? ഞാൻ എന്നെ കാറി കയറ്റിയത് തെറ്റായിപ്പോയെന്ന് പറയുന്നുണ്ടോ? അതുപോലെ ഏറ്റവും സീനിയറായ ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ്. അതുപോലെ എ കെ ആൻ്റണി ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ. എ കെ ആൻ്റണി കാറിക്കറ്റ് തെറ്റായിപ്പോയി എന്ന് പറയാറുണ്ടോ? അതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവരാരെങ്കിലും പറയുന്നുണ്ടോ? ഈ മാന്യനല്ലേ പറയുന്ന മുഴുവൻ? അതിന് ഞാൻ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളതൊന്ന് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂടെ നിർത്തുകയും SNDP വർഗീയ ചിന്താഗതിയുള്ള ഒരു സംഘടനയാണെന്നാണ് ഇപ്പം വി ഡി സതീശൻ പറയുന്നത്. അതെ, കാരണം യഥാർത്ഥ വർഗീയ സംഘടനയെ കൂടെ നിർത്തുകയും മതേതരത്വം പറഞ്ഞ് ഞങ്ങളെക്കുട്ടുള്ളവരെ വർഗീയവാദിയാക്കി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നത് തന്നെ സീതാരാമ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക, യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ, അതുപോലെ ഞങ്ങളെക്കുറിച്ചുള്ള ഈ വർഗീയവാദത്തിന് എതിരായി എല്ലാവരെയും സമന്വയത്തോടു കൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ആളാണ്. അയാൾ പറയുമ്പോൾ അയാൾക്കെതിരെ ഞങ്ങൾ പറയും. യു ഡി എഫിന് ഞങ്ങൾ ആരും എതിരല്ല, കോൺഗ്രസ് ഞാനും എതിരല്ല. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസക്തി ഇല്ലാതെ പോയെങ്കിൽ ഞാനല്ല കാരണക്കാരൻ. അവർ ആൾ ഇന്ത്യ ബേസിൽ തന്നെ പ്രസക്തി കുറഞ്ഞില്ലേ? 6 പേരുണ്ടായിരുന്നു, അവർ പോലും പോയില്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി അധപ്പതിക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ കോൺഗ്രസിനകത്ത്? അവർ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വടക്കൻ തെക്കൻ മേഖലയിൽ വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നേതാവായ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇവിടെ സീറ്റ് ഇനി അവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്ന് അവർ പറയുന്നതിനെല്ലാം ശരി വെച്ചല്ലേ പറയണത്. അതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. അതെ, യു ഡി എഫുകാരുടെ ഒരു വിരോധവും ഇല്ല. ഇപ്പോഴത്തെ കൂടിച്ചേരൽ, അതായത് പുതിയൊരു നീക്കം, ഈ പറഞ്ഞ സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് പോകുന്നുള്ള നീക്കം, അത് ആർക്കാണ് ഗുണം ചെയ്യും? ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാനിപ്പോൾ സാധിക്കില്ല. ഞങ്ങളിങ്ങനൊരു സംവാദം നടത്തി കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിൻ്റെ ഭരണഫലം എങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിലുള്ള ഉരുത്തിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിൻബലം കൊടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടം കൊടുക്കാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിയുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായ സിദ്ധാന്തം പണ്ടും ഇന്നും നിലനിർത്തുന്നുണ്ട്. സുകുമാരൻ നായർ ഈ അന്ന് മുന്നോട്ട് വെച്ച വാദത്തെക്കുറിച്ച് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ അതിനെ ഒരു പൊളിറ്റിക്കൽ നീക്കമായിട്ട് തന്നെ വീക്ഷിക്കാനുള്ള സാധ്യതയില്ല അതിനകത്തൊരു? അത് ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടേ. പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആകട്ടെ. അന്തൻ ആനയെ കണ്ട പോലെ വാലെ പിടിച്ചവൻ ജൂലായിട്ടും കാലെ പിടിച്ചവൻ തൂണായിട്ടും അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഇത് വ്യാഖ്യാനിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഈ വ്യാഖ്യാനത്തെ ഭയന്നുകൊണ്ടും ഞങ്ങളുടെ ആശയത്തെ കൊല്ലാനൊക്കുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.